மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி പുനിതമാനത്. ഹോസ്റ്റൽ നടത്തുന്ന ഓണേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഈ ഒരു 5 മിനിറ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഒരുപാട് കുട്ടികളെ കൊണ്ടുവരാനുള്ള ഐഡിയകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഓൾറെഡി പിള്ളേരുണ്ട്, ചെറിയ ഹോസ്റ്റലിലൊക്കെ നല്ല പിള്ളേരുണ്ട്, ചില ഹോസ്റ്റലിൽ പിള്ളേർ കുറവാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പുതിയ പുതിയ കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ഐഡിയ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾ ഹോസ്റ്റലിൽ തീർച്ചയായിട്ടും ആളുകൾ വരും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊക്കെ പല മെത്തേഡ് ഉപയോഗിക്കുന്ന ആളുകളാണ്. പോസ്റ്റർ ഒട്ടിച്ചിട്ട് ആളെ കൊണ്ടുവരുന്നവരുണ്ട്, OLX, കിക്കർ, 99 ഏക്കർ, അതുപോലെ തന്നെ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ ആഡ്, ജസ്റ്റ് ഡയൽ എന്നീ പല മേഖലകളിലൂടെയും നിങ്ങൾ ആളുകളെ നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആളുകൾക്ക് അതിലൂടെ ആളെ കിട്ടുന്നുണ്ട്, കുറേ ആളുകൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ കുറേ ആളുകൾ ഒരൊന്നും രണ്ടോ ആൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഒന്നും ഗ്രോത്ത് ആവണമെന്നുണ്ടെങ്കിൽ കാലത്തിനനുസരിച്ച് നമ്മളെ ബിസിനസ് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മളൊക്കെ ആ ഇപ്പോൾ പുതിയ ആളുകൾ ഹോസ്റ്റൽ മേഖലയ്ക്ക് വരുന്ന പഴയ ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നു, പുതിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗൂഗിളാണ്. അതുപോലെ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരാളുകളുമില്ല. ഇന്ന് ഏതൊരു കാര്യവും നമ്മൾക്കൊരു നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങളുടെ നമ്പർ എന്തുകൊണ്ട് ഗൂഗിളിൽ വന്നിട്ടില്ല വെച്ചാൽ നിങ്ങളുടെ നമ്പർ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ നമ്പറൊന്നും ഗൂഗിളിൽ വരാത്തത്. അപ്പോൾ നിങ്ങളുടെ നമ്പറും ഗൂഗിൾ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ നമ്പറും ഗൂഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് വലിയ ചിലവൊന്നുമില്ല. ഒരു 1 ടൈം ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം നിങ്ങളുടെ നമ്പർ ഗൂഗിളിൽ ഇരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആളുകൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കോഴിക്കോടുള്ള ഒരാൾ എറണാകുളം ഒരു ഹോസ്റ്റൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. പക്ഷെ നിങ്ങളുടെ നമ്പർ കിട്ടില്ല, അത് ചെയ്ത ആളുകൾ നമ്പർ കിട്ടുള്ളൂ. എന്തുകൊണ്ട് നിങ്ങളുടെ നമ്പർ കിട്ടുന്നില്ല? നിങ്ങളുടെ നമ്പർ ഗൂഗിൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 5 മിനിറ്റ് വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ നമ്പറും അങ്ങനെ മറ്റുള്ള ആളുകൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഗൂഗിളിൽ നമ്മൾ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ നമ്പർ മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നു. ഇപ്പം നമ്മൾക്ക് കോഴിക്കോട് ഒരു ഹോസ്റ്റൽ വേണം. കോഴിക്കോട് എന്ന് വെച്ചാൽ ഒരു ബോയ്സ് ഹോസ്റ്റൽ കോഴിക്കോട്. ഇപ്പം ഞാൻ ഇരിക്കുന്നത് വയനാട്ടിലാണ്. അപ്പോൾ എനിക്ക് കോഴിക്കോട് ടൗണിൽ ഒരു ഹോസ്റ്റൽ വേണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വയനാട്ടിൽ നിന്ന് തന്നെ ബോയ്സ് ഹോസ്റ്റൽ കാലിക്കറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ ഇതേപോലെ വരും. ഇപ്പോൾ അവിടെ ഫസ്റ്റ് വരുന്നത് ഓവർസീസ് ഹോസ്റ്റലാണ്. ക്രയോൺ വരുന്നുണ്ട്, ഏഞ്ചൽ ബോയ്സ് ഉണ്ട്, ന്യൂ വിങ് ഉണ്ട്, മെട്രോ മെൻസ് ഹോസ്റ്റൽ കോഴിക്കോട് വരുന്നുണ്ട്, അതുപോലെ ഇതിങ്ങനെ പല പല പേരുകളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെ നമ്പർ ഇതേപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് ഹോസ്റ്റൽ നോക്കുന്ന ആൾക്ക് നിങ്ങളെ നമ്പർ കിട്ടുമല്ലോ. നിങ്ങളെ നമ്പർ ഗൂഗിൾ ലിസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കാണാത്തത്. അത് കോഴിക്കോട് എന്നല്ല, ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് ഏത് ജില്ലയിലും നമുക്ക് ഇതുപോലെ ഒരു ബിസിനസ് സ്റ്റോർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ നമ്പറും മറ്റുള്ള ആളുകൾക്ക് കാണുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതെന്ന് വെച്ചാൽ ലൈഫ് ലോങ് ഒരു വട്ടം നമ്മളിത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് കിട്ടും. ഇപ്പോൾ ഒരു ഗേൾസ് ഹോസ്റ്റൽ വേണം, എവിടെ വേണം? എറണാകുളം. അപ്പോൾ നമുക്ക് നോക്കാം, GIR ഗേൾസ് ഹോസ്റ്റൽ പാലാരിവട്ടം ഒരു ഹോസ്റ്റൽ വേണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാതുണ്ടോ. SN ലേഡീസ് ഹോസ്റ്റൽ പാലാരിവട്ടം, മിത്രം, അതുപോലെ തന്നെ കാർത്തിക, റോയൽ, ഇങ്ങനെ പല ഹോസ്റ്റലിൻ്റെ പേരുകൾ കാണിക്കും. നിങ്ങൾ ഹോസ്റ്റലിൻ്റെ പേര് ഇതിലില്ലെങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടം. നിങ്ങളുടെ ഹോസ്റ്റലിൻ്റെ പേര് ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നമ്പറിലേക്ക് ചിലപ്പോൾ വിളിച്ചാൽ നിങ്ങൾക്കൊരു ആളെ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അത് കേരളമല്ല, ഇന്ത്യയിൽ എവിടെ വേണം, നമുക്കിപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണം കൊച്ചിയിൽ ഒരു ഹോസ്റ്റൽ വേണമെങ്കിൽ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണ്. എന്നിട്ട് നമ്മൾ നോക്കി അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് ലൊക്കേഷൻ അയച്ച് അവർ നേരെ ട്രെയിൻ ഇറങ്ങിയിട്ടോ ബസ് ഇറങ്ങിയിട്ടോ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വരും. അതിനെന്ത് വേണം? ഇതുപോലെ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവരും OLX മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യണം തോന്നണമെന്നില്ല. ഗൂഗിൾ ഇല്ലാത്ത ഫോണുകൾ ഉണ്ടാവില്ല. ഇത് ഏതൊരു ഫോൺ നമ്മൾ മേടിക്കുമ്പോഴും ഗൂഗിൾ അതിലുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ആളുകൾ തന്നെ വരും. ലേഡീസ് ഹോസ്റ്റൽ, ജെൻസ് ഹോസ്റ്റൽ, അതിപ്പോൾ ഇവിടെ നല്ല കേട്ടോ. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വേണമെങ്കിൽ ഇപ്പോൾ നമുക്കിത് പാലാരിവട്ടം എന്നുള്ളത് നമുക്ക് ട്രിവാൻഡ്രം ആക്കാം കേട്ടോ. ഇനി ട്രിവാൻഡ്രം എന്ന് വിളിക്കുമ്പോൾ അവിടെ അല്ല ഹോസ്റ്റലിൻ്റെ പേര് കാണിക്കുക. അവിടെ ലിസ്റ്റ് ചെയ്ത ആൾക്കാരെ പേരെ കാണിക്കുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല, നിങ്ങൾ ലിസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പുതിയ ഹോസ്റ്റൽ തുടങ്ങിയെങ്കിൽ അതിനും നമുക്ക് ലിസ്റ്റ് ചെയ്യാം. പഴയ ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഹോസ്റ്റൽ ബിസിനസ്സിൽ ആളെ കൊണ്ടുവരുന്നത് ഗൂഗിൾ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ നിങ്ങളെ ബിസിനസ് വൻ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരിക്കലും മടി കാണിക്കേണ്ട. നമ്മളെ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇനി ഒരിക്കലും നിങ്ങളെ നമ്പർ ഗൂഗിൾ ലിസ്റ്റ് ചെയ്യാതിരിക്കേണ്ട. ഗൂഗിൾ ലിസ്റ്റ് ചെയ്താൽ മറ്റുള്ള എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ നമുക്കിത് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്ന നമ്പറാണ്.
സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഈ 5 മിനിറ്റ് നിങ്ങൾക്ക് ഒരിക്കലും എന്താവില്ല, നഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഒരുപാട് പിള്ളേർ വരുന്നത് ഗൂഗിൾ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളുടെ ഹോസ്റ്റലിൽ പല മെത്തേഡ് ഉപയോഗിക്കുന്നത്, ഈ ഒരു മെത്തേഡും കൂടി നിങ്ങൾ ഉപയോഗിച്ച ലൈഫിലോ നിങ്ങൾക്ക് ബെനിഫിറ്റ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ലിസ്റ്റ് ചെയ്ത ആൾക്കാരെ സ്റ്റോർ ചെയ്തവരൊക്കെ പേര് ഇവിടെ ഉണ്ട്, നിങ്ങളെ പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. ഓക്കെ, താങ്ക്